മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 22 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, ഈശോനാഥൻ കടലിലൂടെ നടന്നു വരുന്നത് ശിഷ്യന്മാര് കാണുക. അതൊരു ഭൂതമാണെന്നൊക്കെ കരുതി അവര് ഭയപ്പെടുമ്പോൾ ഈശോ അവരോട് പറയാണ്, ഞാനാണ്. ഇപ്പോ പത്രോസ്ലിഹ പറയുക, അങ്ങാണെങ്കിൽ ഞാൻ അങ്ങയുടെ അരികിലേക്ക് കടലിന്റെ മീതെ നടന്നു വരാനായിട്ട് അങ്ങ് കൽപ്പിച്ചാലും പത്രോസിനോട് നീ പോരേന്ന് കർത്താവ് പറയുക. അപ്പോ പത്രോസ് കടലിന്റെ മീതയിലേക്ക് നടക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോ കാറ്റ് പ്രതികൂലമായി തിരമാലകൾ ആഞ്ഞടിക്കുക. ഇത് കണ്ടപ്പോ പത്രോസ് ഭയന്നു. പത്രോസ് ഭയന്നപ്പോഴത്തേക്കും അവൻ വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാ, നമ്മൾക്ക് വിശ്വാസത്തിന്റെ കുറവ് ജീവിതത്തിന്റെ വഴികളിലുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉയർച്ചയില്ലാത്തതിന്റെ കാരണം, പലപ്പോഴും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ ഒരു കാരണം വിശ്വാസത്തിന്റെ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഭയം വിശ്വാസത്തിനെതിരാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ഭയമുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഭയമുണ്ടെങ്കിൽ അവിടെ വിശ്വാസത്തിന്റെ കുറവുണ്ട്. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഭയത്തോടുകൂടെയാണോ നമ്മൾ പോകുന്നത്? വിശ്വാസത്തിന്റെ കുറവുണ്ട്, അത് പരാജയപ്പെടുക തന്നെ ചെയ്യും. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഭയത്തോടെയാണോ പോകുന്നത്? ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഭയത്തോടെയാണോ പോകുന്നത്? നമ്മുടെ അധ്വാന മേഖലകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഭയത്തോടെയാണോ നമ്മൾ പോകുന്നത്? ഏതൊരു മേഖലയിലായാലും ഭയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് പരാജയത്തിലേക്ക് നമ്മളെ നയിക്കുള്ളൂ. ഭയപ്പെടുക അല്ല വേണ്ടത്, വിശ്വാസമുണ്ടായിരിക്കണം. വിശ്വാസം എന്താ? ദൈവം നമ്മുടെ അരികിലുണ്ട് എന്നും അവൻ നമ്മളെ കാണുന്നുണ്ട് എന്നും അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവൻ എന്റെ ജീവിതത്തെ ഉയർത്തുമെന്നുമുള്ളതാണ് വിശ്വാസം. അത് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അത് ഏതൊരു കാര്യത്തിന് പോയാലും ഭയപ്പെടുകയല്ല, ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. ഭയമുണ്ടെങ്കിൽ താഴ്ന്നേ പോവുകയുള്ളൂ. ഭയപ്പെടേണ്ട, ക്രിസ്തുവില് വിശ്വസിക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ അധ്വാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും ദുരാത്മശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാര ശക്തിയിൽ ഇപ്പോൾ വിട്ടുപോട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.